കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഇന്നത്തെ അലങ്കാരം എന്താണ്? ചതുർബാഹുവായ വിഗ്രഹത്തിൽ, നാരായണ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോട് കൂടി നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാം. എല്ലാവരും വരൂ. നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലൂടെ വന്ന് വലിയ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോകാം. ഗണപതി ഭഗവാനെ കണ്ട് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനൊക്കെ അപേക്ഷിച്ച് നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ സവിധത്തിലേക്ക് യാത്രയാവാം. അങ്ങനെ നമ്മൾ ഗോപുരവാതിൽ കടന്ന്, ഇന്നിപ്പോൾ വലിയ തിരക്ക് വെച്ചാൽ ഇല്ല, എന്നാൽ അത്യാവശ്യം ഉണ്ടേനി. ചൊവ്വാഴ്ചയാണ്. സാധാരണ ചൊവ്വാഴ്ച തിരക്ക് കുറയുമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇന്നിപ്പോൾ ഉച്ചവരെയും അത്യാവശ്യം നല്ല തിരക്കായി. സ്വാമിമാരുണ്ടാവുകൊണ്ടുള്ള തിരക്കാണ്, അല്ലെങ്കിൽ അത്രയ്ക്കില്ല. സ്വാമിമാരിപ്പോൾ എന്തായാലും 15-ാം തീയതി മകരവിളക്ക് കഴിയോളം അല്ലെങ്കിൽ 20-ാം തീയതി വരെയൊക്കെ ആയിട്ട് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മൾ ഗോപുരവാതിൽ കടന്നു. ഇനി ഗുരുവായൂരപ്പൻ്റെ ആ വാതിൽ മാടം പടിയിലേക്ക് എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ ശ്രീലകത്തേക്ക് നമ്മൾ അറിയാതെ നോക്കി പോവും. കാരണം എവിടെയാണ് നമ്മളെ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീലകത്ത് എവിടെയാണ് ആ വിഗ്രഹം ഇരിക്കണതെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയായിട്ട് നോക്കുമല്ലോ. അപ്പം അങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ ആ ശ്രീലകത്തെ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് അടിക്കും. അങ്ങനെ നമ്മൾ ഇടതുവശത്തേക്കൊന്ന് നോക്കിയാൽ മേൽപ്പത്തൂരിൻ്റെ നാരായണീയൻ രചിച്ച സ്ഥലം കാണാം. അവിടേക്കൊന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. അതുപോലെ വലതുവശത്ത് ആ തൂണിലേക്ക് ഒന്ന് നോക്കിയിട്ട് സ്മരിക്കുക. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, താഴെ നോക്കുമ്പോൾ മത്സ്യത്തിൻ്റെ ചിറകുകളായിട്ടിങ്ങനെ ഉള്ള ആ ഒരു എന്താ പറയുക, ചെളുക്ക എന്നൊക്കെ പറയും, അങ്ങനെയൊക്കെ കാണുന്ന ആ ഒരു അവസ്ഥയാണ് പകുതി വരെ. ഓരോ പുള്ളികളായിട്ടേ ഇങ്ങനെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് ചതുർബാഹുവായ വിഗ്രഹമാണ് കാണുന്നത്. അപ്പോൾ മത്സ്യാവതാര മൂർത്തിയാണെന്ന് ശ്രീലകത്ത്. വളരെ സന്തോഷമുള്ള ആദ്യത്തെ അവതാരമാണല്ലോ. അപ്പോൾ ദശാവതാരത്തിലെ ആദ്യത്തെ അവതാരമായ മത്സ്യാവതാരമാണ് ഇന്ന് ശ്രീലകത്ത്. ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് മത്സ്യാവതാര രൂപത്തോടു കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ചതുർബാഹുവായ ആ മഹാപ്രഭുവായിട്ട് അങ്ങനെ നോക്കുമ്പോൾ കയ്യിൽ 4 ശംഖ് ചക്ര ഗദാ പത്മത്തോടു കൂടി ആ മത്സ്യാവതാര രൂപിയായിട്ട് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഗോപിക്കുറിയൊക്കെ ഉണ്ട്. അങ്ങനെ മാലകൾ കാണാനുണ്ട്. 2 മാലകളുണ്ട്, ഉണ്ടമാലകൾ. താമരയും തുളസിയായിട്ടുള്ള ഒന്നും, ഒരു റോസ് പൂവ് പോലത്തെ ഒന്നും, വെളുത്ത പൂവൊക്കെ ആയിട്ടുള്ള ഒരെണ്ണം കൂടിയുള്ളത്. പിന്നെ തിരുമുടി മാലകളുണ്ട്. പിന്നെ വിധാനമായിട്ട് 2-4 ഉണ്ടമാലകൾ ഇങ്ങനെ തുളസിയുടെ മാലകൾ ചാർത്തിയിട്ടുണ്ട് മുകളിൽ. ചതുർബാഹുവായ ആ വിഗ്രഹത്തിൽ പകുതി ചതുർബാഹുവായ മത്സ്യാവതാര രൂപിയായിട്ടാണ് ഭഗവാൻ നമ്മളെ കാണാനായിട്ട് കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ തിരുമുമ്പിലാണ്, ആ സോപാനപ്പടിയിലാണ്. അങ്ങനെ ചിന്തിക്കുക, അങ്ങനെ സ്മരിക്കുക, എന്നിട്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ആ മത്സ്യാവതാര മൂർത്തിയെ നമ്മൾ അവിടെ നിന്ന് മുന്നിൽ നിന്ന് തൊഴുന്നത് പോലെ സങ്കല്പിക്കുക. അങ്ങനെ അവിടെ എത്തി മത്സ്യാവതാര രൂപം നമ്മൾ കണ്ടു. ഇനി നമ്മൾ പതുക്കെ ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ രാവിലെ നേദ്യമൊക്കെ ഉണ്ടാക്കുന്ന, അതുപോലെ ഗണപതി ഹോമമൊക്കെ നടത്തുന്ന ഭഗവാന്റെ തിടപ്പള്ളിയിലേക്ക് നോക്കാം. അവിടേക്കൊന്ന് നോക്കിയിട്ടൊന്ന് സ്മരിക്കാം.
വിഘ്നേശ്വരനെയൊക്കെ സ്മരിക്കാം. കാരണം എന്താ വെച്ചാൽ ഗണപതി ഹോമം അവിടെ വെച്ചിട്ടാണ് നടത്തുക. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണത്. ഹനുമാൻ്റെ സാന്നിധ്യമൊക്കെ ഉണ്ട്, ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യമൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലം. കാരണം നേദ്യം തയ്യാറാക്കുമ്പോഴൊക്കെ ആ വലിയ ചെമ്പുകളൊക്കെ രണ്ടാൾക്ക് ആണ് ഒറ്റയ്ക്ക് എടുത്ത് മാറ്റി വയ്ക്കുന്ന അവസ്ഥയൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പം അത്രയ്ക്കും പ്രസക്തമായ സ്ഥലം തന്നെയാണ്. പിന്നെ ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നാലോ നിറയെ അലങ്കാരമൊക്കെ ഇട്ട്, പഴമൊക്കെ നിറയെ ഉണ്ട്, പൂക്കളുണ്ട്, മാലയൊക്കെ നന്നായിട്ടുണ്ട്. തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചന്ദനത്തിൽ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കണ്ട് എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ നടയിൽ അടുത്തുള്ള വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കിയാലോ തുളസിപ്പൂവും മുല്ലപ്പൂവും കൂടി ചേർത്ത് ആ ഫോട്ടോൻ്റെ മുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വിളക്കിങ്ങനെ കത്തുന്നു. ആ ദീപം ആ ഫോട്ടോയിലേക്ക് അതിൻ്റെ പ്രകാശം ഇങ്ങനെ വരുന്നു. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ്. ബാക്കി ആ ചെറിയ ഗണപതിനെയൊക്കെ കണ്ട് തൊഴുത് പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെ 5 ഭാവങ്ങൾ അവിടെ മേൽശാന്തി ഇരിക്കുന്നതിൻ്റെ അവിടെ ഉണ്ട്. അവിടെ വന്ന് മേൽശാന്തിയെ കണ്ടു, പ്രസാദമൊക്കെ വാങ്ങി, അർച്ചന പ്രസാദമൊക്കെ വാങ്ങി നേരെ അനന്തപത്മനാഭസ്വാമീനെ കാണാം. അനന്തപത്മനാഭസ്വാമിയുടെ അവിടെ വെളുത്ത പൂവും തുളസിപ്പൂവായിട്ട് ധാരാളം മാലകൾ തൂക്കിയിട്ടുണ്ട്. ആ ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യൊഴിച്ചിട്ട് ഇങ്ങനെ പ്രകാശം പരത്തുന്നു. അപ്പോൾ അവിടെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് ഒന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. അതും കഴിഞ്ഞ് നേരെ വീണ്ടും പത്മനാഭസ്വാമിയുടെ അധീനം ഇങ്ങനെ പോരുമ്പോൾ ബാക്കി ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അവിടെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ തുളസിമാല ചാർത്തിയിട്ടുണ്ട്. മുരുകൻ്റെ അടുത്ത് വരാം, മുരുകനെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, കുങ്കുമം ഇങ്ങനെ അർച്ചിച്ചിട്ടുണ്ട്, മാലകളൊന്നുമില്ല. അപ്പോൾ അതൊന്നും എടുത്ത് തൊടാം. അത് കഴിഞ്ഞ രാധാകൃഷ്ണനും അങ്ങനെയൊക്കെയുള്ള വിഗ്രഹങ്ങളൊക്കെ കണ്ട് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞാൽ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ നമ്മുടെ താമരക്കണ്ണനെ കാണാം. കൽപ്പക വൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. എന്നിട്ട് കണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ആ മണിക്കിണർ കാണാം. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നൃത്താറയിലേക്ക് നോക്കിയാലോ നമ്മുടെ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചാൽ അവിടെ ഉണ്ട്, നൃത്തം ചെയ്യുകയാണ്. അത് കണ്ടു തൊഴുതു നേരെ വടക്കേ ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും വാസുദേവരെയൊക്കെ കാണാം, നാരദരെയൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി പ്രസാദ കൗണ്ടറിൽ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാൻ പോവാം. അങ്ങനെ വരുന്നു. ഭഗവതിയുടെ അവിടെ എത്തുമ്പോൾ കുറച്ച് തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് പറഞ്ഞ പോലെ ഇന്ന് ചെറുതായിട്ടിങ്ങനെ ഒന്ന് ഇടത്തോട്ട് ചെരിഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഇന്ന് കാണാനുള്ളത് കേട്ടോ. ഇന്ന് എടത്തരികത്തുകാവ് ഭഗവതി ഇന്ന് ലേശം ഇടത്തോട്ട് ചെരിഞ്ഞ മാതിരിയാണ് കാണുന്നത്. അപ്പോൾ നല്ല രസമായിട്ടാണ്. വലിയ വട്ടപ്പൊട്ടൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വട്ടമൊക്കെ ഞൊറിഞ്ഞെടുത്ത് ധാരാളം പൂക്കൾ അർപ്പിച്ചിട്ടുണ്ട്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് മമ്മിയൂരപ്പൻ്റെ അടുത്തേക്ക് നോക്കി തൊഴാം. കുറച്ചിങ്ങോട്ട് പോന്നാൽ നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് പ്രാർത്ഥിച്ച് തിരിച്ചിങ്ങോട്ട് പോരുമ്പോൾ കൊടിമരത്തിൻ്റെ അവിടെ, ഇന്നിപ്പോൾ കൊടിമരത്തിൻ്റെ അധികം തന്നെ പോരാം. എന്താ പറയുക, നേരെ കൊടിമരം വഴി വിടൽ കുറച്ച് കമ്മിയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ആ മത്സ്യാവതാര മൂർത്തിയെ ഒന്നുകൂടി കണ്ടു തൊഴാം. അതിനുശേഷം ആ കൊടിമരത്തിൻ്റെ അവിടെ ഒന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം.
അങ്ങനെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരാം. അവിടെയും വന്ന് തൊഴുത് ഇനി അയ്യപ്പൻ്റെ അവിടെ വരാം. അയ്യപ്പൻ്റെ അവിടെ എത്തുമ്പോൾ അയ്യപ്പന്മാരെപ്പോഴും മാലയൊക്കെ ഇട്ട് പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. കെട്ട് നിറയൊക്കെ നടക്കുന്നുണ്ട്. അയ്യപ്പൻ്റെ അവിടെ വന്ന് നോക്കിയാലോ, നല്ല ആ വെളുത്ത പട്ടൊക്കെ ഞൊറിഞ്ഞ് ഇങ്ങനെ എടുത്തിട്ട് കോടി കസവ് മുണ്ടൊക്കെ എടുത്തിട്ടാണ് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. ഗോളകയൊക്കെ ഇറക്കിയിട്ടുണ്ട്. ചന്ദനമൊക്കെ ചാലിച്ചിങ്ങനെ ഉള്ള ആ ഒരു ഇതിലാണ്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് ഒരു പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറോട്ട് പോരാം. പടിഞ്ഞാറ് നടയിലേക്ക് വരുമ്പോൾ ദീപസ്തംഭം കാണാം. അതിൻ്റെ മുകളിലുള്ള ആ ബാലഗോപാല സ്വരൂപം കാണാം. അതുപോലെ അവിടെ നിന്ന് നോക്കിയാൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം. കണ്ടു തൊഴാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു, തൊഴുതു, കളഭാലങ്കാരം കണ്ടു, തൊഴുതു. എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട് തൊഴുതു കേട്ടോ. അങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ നമ്മളവിടെ എത്തി, മനസ്സെത്തിയാൽ മതി. ശരീരം എത്തിയില്ലെങ്കിലും മനസ്സെത്തിയാൽ മതി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവരും ഇത് കേൾക്കുക. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ള ഭക്തരിലേക്കും കൂടി എത്തട്ടെ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കാരണം അന്നത്തെ ആ ഉച്ചപൂജ അലങ്കാരം ശ്രവിച്ചാൽ വളരെ നല്ലതാണ്. കാരണം അവിടെ നമ്മൾ ചെന്ന പോലെ തന്നെയാണല്ലോ നമ്മളിത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത, ഗുരുവായൂർ എവിടെയാണെങ്കിലും ഗുരുവായൂരാണ് എന്നുള്ള ചിന്ത ഉണ്ടാവും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ.